എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ സുപ്രഭാതത്തിൽ നാം ഉണരുമ്പോൾ ഒരു നിമിഷം നാം ഈശ്വരനെ ധ്യാനിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ലൈഫിൻ്റെ ഭാഗമായിട്ടാണ്. പലരും എന്താണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു രേഖ ഇന്നലെ തയ്യാറാക്കിയിരിക്കാം. നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ത് ചെയ്താൽ തന്നെയും അതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒരു ദിവസത്തിൽ ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ സഡനായി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് അവർക്കറിയേണ്ട ഒരു സംശയം തീർക്കാൻ വേണ്ടി നമ്മളെ സമീപിച്ചാൽ ഒരു പക്ഷേ അവർക്ക് അറിയേണ്ട വിവരം കൊടുക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയായിരിക്കും. അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അപ്പോൾ അവിടെ നാം ചെയ്യേണ്ടത് കഴിവതും മൗനം പാലിക്കുക, കുറച്ച് സമയമെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എന്നവരെ അറിയിക്കുക. മറ്റൊന്ന്, എന്തായിരുന്നാലും നമുക്കൊരു ദിവസം നല്ല രീതിയിൽ ക്രാസ് ചെയ്തു പോകാൻ, കടന്നു പോകാൻ നമുക്ക് ദൈവത്തിൻ്റെയും ചെറിയ കുഞ്ഞനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അതിനായി നമ്മൾ എന്താ ചെയ്യുക? ഉണരുമ്പോൾ ഒരു നിമിഷം നമ്മെക്കുറിച്ച്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ടാസ്കൊക്കെ ഈശ്വരനിലേക്ക് അങ്ങ് അർപ്പിക്കുക. ഒരു സമാധാനമായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതോ ഒരു ശക്തി ഉണ്ടെന്നുള്ള ഒരു ആത്മധൈര്യം നമ്മിലുണ്ടാകും. അതിലുപരി ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങൾ ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ശക്തിയും അവർക്കുള്ള എല്ലാവിധ പ്രചോദനം ഉണ്ടാകണം. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ, ശേഷം നമ്മുടെ ബന്ധുക്കൾ, അത് കഴിഞ്ഞ് നമ്മെക്കുറിച്ച്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മിലേക്ക് തന്നെ ഭവിക്കും. അതിൻ്റെ ഗുണം നമുക്കും കിട്ടും. ഒരുപക്ഷേ ചിന്തിച്ചേക്കാം, എന്തിനാണ് നാം ശത്രുക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന, അവർക്ക് വേണ്ടി എന്തിന് പ്രാർത്ഥിക്കണം? തെറ്റാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ശത്രുക്കളുണ്ടെങ്കിൽ മാത്രമേ അവന് ജയം കൈവരിക്കാൻ പറ്റൂ. ശത്രുക്കളില്ലെങ്കിൽ നാം ആരോട് പോയി ഫൈറ്റ് ചെയ്യും? നാം അലേർട്ടാകില്ല, നമ്മൾ മടിയന്മാരായി പോവും. അപ്പോൾ ഏതിനും ഒരു ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തിനും ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. സോ ഇന്നത്തെ ദിവസം എല്ലാവരും ഒന്ന് മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഈ ചിന്താഗതിക്കാരാണ്, പക്ഷേ ഈ ചിന്താഗതി ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്. അവർ ഈ സന്ദേശങ്ങളൊന്ന് ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും. രാവിലെ ഉണർന്നാൽ ആ ദിവസം നല്ല രീതിയിൽ പര്യവസാനിക്കാനുള്ള ശക്തി തരണമെന്ന് ഈശ്വരനോട് നേരുക. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഏറ്റവും ഫലവത്തായ പ്രാർത്ഥന. അതാണ് നമ്മുടെ ശക്തിയും. സോ എല്ലാവരും ഇതൊന്ന് ഓർത്തിരുന്നാലും ഒരു നല്ലൊരു ദിവസം ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തോടെ നേരുന്ന ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും
ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും മറിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് മാറിക്കിട്ടാനും ഒരു നിമിഷം ഈശ്വരനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ സന്ദേശങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരുന്നാലാം. കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.